ഹായ് എവരി വൺ, വെൽക്കം ടു ദ ചാനൽ. വിദേശ രാജ്യങ്ങളിൽ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. പക്ഷെ പലർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ ഒരു കൺട്രികളിലോട്ടൊക്കെ എങ്ങനെ എത്തിപ്പെടാം, ഇതിൻ്റെ പ്രോസസ്സിങ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കഴിഞ്ഞ 23 വർഷത്തിൽ കൂടുതലായി നഴ്സിംഗ് മൈഗ്രേഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ കൂടുതൽ പേർക്കും അറിയാൻ താല്പര്യമുള്ളത് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. പക്ഷേ കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഇപ്പോഴും അതിലുണ്ട്. ഈ ഒരു പ്രോസസ്സിങ് ലെങ്തി ആണോ, ഇതിന് ഏതൊക്കെ എക്സാംസ് ക്ലിയർ ചെയ്യണം, ഇതിന് ഏകദേശം എത്ര കോസ്റ്റ് വരും, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് കാൻഡിഡേറ്റ്സിൻ്റെ ഇടയിൽ കൺസേൺ ആയിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇവിടെ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് എന്നോടൊപ്പം ഉള്ളത് മിസ്റ്റർ ജോയ് സ്റ്റീഫൻ, ബ്രാഞ്ച് ഹെഡ് ഓഫ് MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. So Joyce, welcome to the session. Thank you, Arsha. ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആശ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ നേഴ്സസിൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഏതെങ്കിലും ഒരു നല്ല കൺട്രിയിൽ പോവുക, സെറ്റിൽഡ് ആകുക എന്നുള്ളത്. അതിലേറ്റവും ടോപ്പിൽ വരുന്ന ഒരു ലിസ്റ്റാണ് ഓസ്ട്രേലിയ. ഇൻഫാക്ട് ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വളരെ സിമ്പിളായിട്ട് ഓരോ നേഴ്സസിനും ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ നടക്കുന്ന പേപ്പർ വർക്കുകളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ്, അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ എക്സാമിനേഷൻസ് ആണ്. അതിനുശേഷം ഫൈനൽ രജിസ്ട്രേഷനോടുകൂടി ഈ 3 ഡിഫറെൻറ്റ് പ്രോസസ്സിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ജോബിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സോ ജോയ്സ് ഇപ്പോൾ പറഞ്ഞു ഈ ഒരു പ്രോസസ്സിങ്ങിൽ അവർ എക്സാംസ് ക്ലിയർ ചെയ്യണം എന്നുള്ളത്. സോ ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഏതൊക്കെ എക്സാംസ് ആണ് കാൻഡിഡേറ്റിന് റിക്വയർഡ് ആയിട്ട് വരുന്നത്? ആക്ച്വലി 2 എക്സാമിനേഷൻസ് ആണ് ഓരോ നഴ്സസും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിൽ ആദ്യത്തെ എക്സാമിനേഷൻ NCLEX-RN ആണ്. രണ്ടാമത്തെ എക്സാമിനേഷൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് നമ്മൾ ചെയ്യാനുള്ള OSCE എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ NCLEX-RN എക്സാം അവർ ഏത് സ്റ്റേജ് എത്തുമ്പോഴത്തോട്ടും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ ആദ്യത്തെ പോർട്ട്ഫോളിയോ വരെയുള്ള കാര്യങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. ആ ഫസ്റ്റ് സ്റ്റേജിൽ അതിൻ്റെ പേപ്പർ വർക്കുകളാണ് ചെയ്യുന്നത്. ഓസ്ട്രേലിയ അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാൻ ഉള്ള ഈക്വലൻ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം നമുക്കൊരു ഔട്ട്കം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആദ്യമേ ചെയ്യേണ്ട എക്സാമിനേഷനാണ് NCLEX-RN എക്സാം. NCLEX-RN അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിൽ അവരുടെ തിയറി പാർട്ടായിട്ട് വരും അല്ലേ? അതെ, ഇൻഫാക്ട് 2 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഒന്ന് അവരുടെ തിയറി നോളജ് ചെക്ക് ചെയ്യുന്നുണ്ട്, 2 അവരുടെ പ്രാക്ടിക്കൽ നോളജ് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ തിയറി എക്സാമിനേഷനാണ് NCLEX-RN. സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അപ്പം OSCE ആയിട്ട് വരും. അത് അവർ നാട്ടിൽ നിന്നാണോ ക്ലിയർ ചെയ്യേണ്ടത് അതോ ഓസ്ട്രേലിയയിൽ പോയിട്ടാണോ? അവരൊരു വിസിറ്റ് വിസ എടുത്ത് ഓസ്ട്രേലിയയിൽ ചെന്നിട്ട്, ഓസ്ട്രേലിയയിൽ 2 സെന്റേഴ്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്നായിരിക്കും അവർക്ക് കിട്ടുന്നത്. അവിടെ പോയിട്ടാണ് ഈ OSCE എക്സാമിനേഷൻ ചെയ്യേണ്ടത്. സോ ജോയ്സ് പറഞ്ഞു ഈ ഒരു പ്രോസസ്സിങ്ങിൽ NCLEX-RN ഇവരുടെ തിയറി എക്സാം ആണെന്നുള്ളത്. സോ ഈ ഒരു NCLEX തന്നെയല്ലേ നമുക്ക് US-ന്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിലും ആവശ്യമായിട്ട് വരുന്നത്? ഇൻഫാക്ട് 3 കൺട്രികളാണ് NCLEX-RN എക്സാമിനേഷൻ അതിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലൊന്ന് US ആണ്, മറ്റൊന്ന് കാനഡയാണ്, മൂന്നാമത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഈ 3 കൺട്രികളിലും നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ റിക്വയർമെൻറ്റുകളിൽ ഒന്ന് NCLEX-RNൻ്റെ എക്സാമിനേഷനാണ്. സോ US നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി NCLEX-RN ക്ലിയർ ചെയ്ത ഒരു കാൻഡിഡേറ്റിന് അത് ആ ഒരു NCLEX യൂസ് ചെയ്ത് ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് കണ്ടിന്യൂഷൻ പോസിബിൾ ആണോ? ആശ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒത്തിരിയേറെ നേഴ്സസ് ഈ ചോദ്യവുമായിട്ട് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്രോച്ച് ചെയ്യുക മാത്രമല്ല, റീസെൻ്റ്ലി ഒത്തിരിയേറെ പേര് ഈ പ്രോസസ്സ് ഞങ്ങൾ വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. അതായത് US-ൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ബോർഡിലുള്ള NCLEX-RN എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു നേഴ്സ് ലാസ്റ്റ് 10 ഇയേഴ്സിനുള്ളിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആ പർട്ടിക്കുലർ നഴ്സിംഗ് ബോർഡിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും NCLEX-RNൻ്റെ വേവ് ഓഫ് ചെയ്ത് കിട്ടാവുന്നതാണ്. അതിൻ്റെ കേസ് ഓഫീസറാണ് ഡിസിഷൻ എടുക്കുന്നത്. എങ്കിൽ കൂടിയും നമ്മൾ ഒത്തിരി പേർക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തപ്പോൾ നിലവിൽ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് NCLEX എഴുതേണ്ട കാര്യം വന്നിട്ടില്ല. സോ US NCLEX-RN കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് അപ്പോൾ ഓസ്ട്രേലിയ പ്രോസസ്സിങ്ങിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കണ്ടിന്യൂഷനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ, പോർട്ട്ഫോളിയോ സ്റ്റേജിൽ നമ്മൾ ഈ പറയുന്ന വെരിഫിക്കേഷൻ പ്രോസസ്സും കൂടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ NCLEX-RNൻ്റെ സ്റ്റേജ് അവർക്ക് ഒഴിവാക്കിയിട്ട് അതിനുശേഷം വരുന്ന OSCE സ്റ്റേജിലേക്ക് അവർ മൂവ് ചെയ്യും. അതിൻ്റെ കണ്ടിന്യൂഷൻ അവർ ചെയ്താൽ മതി. അതാണ് ഇനീഷ്യലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ജോയ്സ്, അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫ്രഷേഴ്സിന് ആപ്ലിക്കബിൾ ആണോ? ഇൻഫാക്ട് യെസ്. കാരണം വളരെ റീസെൻ്റ് ആയിട്ട് നമുക്ക് ഒത്തിരിയേറെ നേഴ്സസ്
ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ മിനിമം വേണ്ടി വരുന്ന റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 3 മാസത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ആ 3 മാസത്തെ വർക്ക് എക്സ്പീരിയൻസ് നമ്മളോട് ചോദിക്കുന്നത് ഫൈനൽ രജിസ്ട്രേഷന്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അവർ BSc നഴ്സിംഗിന് എന്ത് പഠിച്ചോ അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് NCLEX-RN എക്സാം വരാൻ പോകുന്നത്. സോ കൂടുതലും ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ ഫൈൻഡ് ചെയ്യാറുണ്ട് ഇത് വളരെ ഈസിയർ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വി റെക്കമെൻഡ് ദാറ്റ് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ഉണ്ട്. അത് 3 മാസത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അത് ഫൈനൽ രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ മീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. സോ അപ്പോൾ ജോയ്സ് പറഞ്ഞത് ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം, പാരലലി അവർ ജോബ് കണ്ടിന്യൂ ചെയ്താൽ മതി. കാരണം നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവർക്ക് 3 month എക്സ്പീരിയൻസ് മീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ, ഓക്കെ ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുന്ന ക്വയറീസിൽ ഒരു ക്വയറിയാണ് ഈ BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്യൂട്ടർ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ്, ഈ ഒരു എക്സ്പീരിയൻസ് ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷന് പോസിബിൾ ആവുമോ? ഇൻഫാക്ട് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എടുക്കാനായിട്ട് പറയുന്ന റിക്വയർമെന്റുകളിൽ ഒന്ന് നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐഡിയലി അവർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ അവർ ഓൾറെഡി ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കും ഇനീഷ്യലി ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഫൈനൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ക്ലിനിക്കലായിട്ട് വരേണ്ട ആ എക്സാമിനേഷൻ അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയയും കൂടെ മീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ജോയ്സ്, ഈ ഒരു പ്രോസസ്സിങ്ങിൽ നഴ്സസിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷൻ ആണ് ലാംഗ്വേജ് റിക്വയർമെന്റ് മീറ്റ് ചെയ്തതിന് ശേഷം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. സോ അതിനെക്കുറിച്ച് എന്താണ് ജോയ്സിന് പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു പ്രോസസ്സിങ്ങിൽ ഏത് സ്റ്റേജിലാണ് അവർക്ക് ലാംഗ്വേജ് റിക്വയർഡ് ആയിട്ട് വരുന്നത്? ഒത്തിരിയേറെ നേഴ്സസ് നമ്മളെ വിളിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് ആശ എന്നോട് ചോദിച്ചത്. ഇൻഫാക്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഇത് ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അതിനുശേഷം ഏറ്റവും അവസാനം എത്തുമ്പോൾ ലാംഗ്വേജ് എടുത്താൽ മതി. എന്നാൽ ഞാൻ പറയും പ്രോബബ്ലി നമുക്ക് NCLEX-RN എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം OSCEക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ലാംഗ്വേജ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഫൈനൽ രജിസ്ട്രേഷന് അഡീഷണലി നമ്മൾ വെയിറ്റ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതുകൂടാതെ PR പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് ലാംഗ്വേജ് എനിവേ PR-നും ആവശ്യമാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ലാംഗ്വേജ് എടുക്കുന്നതെങ്കിൽ ആ PR-ന് വേണ്ടിയും ഈ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും അല്പസ്വല്പം ഡിലേ ഒക്കെ സംഭവിച്ചു പോയാൽ ഒന്നുകൂടെ ലാംഗ്വേജ് എടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ OSCEക്ക് പോകുന്നതിന് മുമ്പ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ജോയ്സ് ഇപ്പോൾ പറഞ്ഞു ഓസ്ട്രേലിയയുടെ ലാംഗ്വേജ് സ്കോർ ആൻഡ് റിക്വയർമെന്റ്സിന്റെ കാര്യം. സോ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു പ്രോസസ്സിങ്ങിൽ ക്ലബിംഗ് പോസിബിൾ ആണോ? ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷന് ക്ലബിംഗ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷന് 4 ഡിഫറെൻറ്റ് എക്സാമിനേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. OET ഉണ്ട്, IELTS ഉണ്ട്, PT ഉണ്ട്, TOEFL ഉണ്ട്. ഇതിലേത് വേണേലും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ എക്സാമിനേഷൻസിൽ ക്ലബിംഗ് പോസിബിലിറ്റീസ് ഉണ്ട്. ലാസ്റ്റ് ഏപ്രിൽ മുതൽ അത് 6 മാസമായിരുന്നത് 1 year ഡ്യൂറേഷനിലേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 1 yearലുള്ള എക്സാമിനേഷൻസ് തമ്മിൽ നമുക്ക് ക്ലബ് ചെയ്ത് ആവശ്യമായ സ്കോർ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലബിംഗ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 2 year എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണോ എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ബേസിക് ആയിട്ട് ഓരോ നഴ്സിനും വേണ്ട എലിജിബിലിറ്റി 3 മാസത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ 2 years വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള കാര്യമല്ല. എങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മളൊരു എംപ്ലോയറിൻ്റെ സ്റ്റേജിലേക്ക് പോവുക, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് പോകുമ്പോൾ കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമുക്ക് 3 മാസത്തെ വർക്ക് എക്സ്പീരിയൻസേ ആവശ്യമായിട്ടുള്ളൂ. സോ ജോയ്സ്, നഴ്സസിൻ്റെ ഇടയിലുള്ള മറ്റൊരു വലിയ മിസ്കൺസെപ്ഷൻ ആണ് ഈ ഒരു പ്രോസസ്സിങ് ലെങ്തി ആണോ, അതുപോലെ ഇതൊരു കോസ്റ്റ്ലി പ്രോസസ് ആണോ എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി ഇതൊരു കോസ്റ്റ്ലി പ്രോസസ് ആണോ? ആശ ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2020 മുതലുള്ള പ്രോസസ്സ് OBA എന്നുള്ള രീതിയിൽ അത് മാറിയിട്ടുണ്ട്. 2020 മുമ്പ് ഇതൊരു ബ്രിഡ്ജിങ് പ്രോഗ്രാം ആയിരുന്നു. ബ്രിഡ്ജിങ് പ്രോഗ്രാം ചെയ്ത നഴ്സസ് എൻ്റെ ഫാമിലിയിലും ഉണ്ട്. അന്ന് അവർ പോയപ്പോൾ അവർ ചെലവാക്കിയ പൈസ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4/1 ആ ടോട്ടൽ പ്രോസസ്സിന്റെ ഫീസ് കുറഞ്ഞിട്ടുണ്ട്. സോ
ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് OBA പ്രോസസ്സ് ആയതിനു ശേഷം, എക്സാമിനേഷൻസ് ഓറിയൻറ്റഡ് ആയതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ്റെ കോസ്റ്റ് വളരെ അഫോർഡബിളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേഴ്സസ് ഓസ്ട്രേലിയയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ വളരെ അഫോർഡബിൾ ആയിട്ട് തന്നെ ഈ പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാറുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഓസ്ട്രേലിയയിൽ റീച്ച് ചെയ്യണം, പക്ഷേ എനിക്ക് എക്സാംസ് ഒന്നും എഴുതാൻ വയ്യ. ഈ എക്സാംസ് ഒന്നും ഇല്ലാതെ ഓസ്ട്രേലിയയിൽ പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാൻഡിഡേറ്റ്സിന്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഒരു 6 കൺട്രിയിൽ പോയിട്ടുള്ള നേഴ്സസിന് ഇത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അത് UK-ലോ അയർലൻഡിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സസ് ആണെന്ന് കരുതുക. അവരതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ സ്ട്രീം ലൈൻ പാത്വേ ഓപ്പൺ ആയിട്ടുണ്ട്. ആ സ്ട്രീം ലൈൻ പാത്വേക്ക് കുറേ റിക്വയർമെൻറ്റുകളുണ്ട്. 2017 ശേഷം അവർ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. രജിസ്ട്രേഷൻ പ്രോസസ്സിന് എല്ലാ എക്സാമിനേഷൻസും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തവരായിരിക്കണം. അതായത് ആ പറയുന്ന കൺട്രിയിലെ ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ റിക്വയർമെന്റ് മീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. യെസ്, അവിടുത്തെ റിക്വയർമെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. അതുകൂടാതെ അവിടുത്തെ ലൈസൻസ് എടുത്തതിന് ശേഷം മിനിമം ഒരു 1 year വർക്ക് എക്സ്പീരിയൻസ് എങ്കിലും ആ കൺട്രിയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആപ്രയ്ക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിന് ആവശ്യമായ NCLEX RN, OSCE ഇതുപോലെയുള്ള എക്സാമിനേഷൻസ് എല്ലാം അവർക്ക് ജനറലി കേസ് ഓഫീസേഴ്സ് വേവ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, പ്രൊവൈഡഡ് ദേ ആർ എലിജിബിൾ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വളരെ ഈസിയർ ആയിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലൈസൻസ് ഉണ്ട്, PR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് എടുക്കാം. പിന്നെ അവർക്ക് അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആകാനും പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ കൺട്രീസിൽ രജിസ്ട്രേഷൻ എടുത്ത് 1 year എക്സ്പീരിയൻസ് ഉള്ള 1 year എക്സ്പീരിയൻസ് മീറ്റ് ചെയ്തെന്നല്ലേ ജോയ്സ് പറഞ്ഞത്? സോ അത് ഏത് ടൈം മുതൽക്കാണ് അവർ ആ ഒരു എക്സ്പീരിയൻസ് റിക്വയർമെന്റ് പറയുന്നത്? ഇത് 2017 ശേഷം നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നഴ്സസ് ആയിരിക്കണം. 2017 ശേഷം എക്സ്പീരിയൻസ് മീറ്റ് ചെയ്തിട്ടുള്ള നഴ്സസ് ആയിരിക്കണം. അതെ, കറക്റ്റ്. അതിനുശേഷം ഒരു മിനിമം 1 year എങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഈ പറഞ്ഞ കൺട്രികളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു വേവ് ഓഫിന് ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? സോ ജോയ്സ് പറഞ്ഞതനുസരിച്ച് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പം വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പണിങ്സ് ആണ് കാൻഡിഡേറ്റ്സിന് മുന്നിലുള്ളത്, അല്ലേ? പ്രീവിയസ് ടൈമിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. അതുപോലെ തന്നെ ലെസ് ഡ്യൂറേഷൻ ആണ് ഈ ഒരു പ്രോസസ്സിങ്ങിന് എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കിയത്, ഈ ഒരു പ്രോസസ്സിങ്ങിന് ഇനീഷ്യലി ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും പ്രോസസ്സ് കണ്ടിന്യൂഷൻ ഉള്ള ഒരു പോസിബിലിറ്റീസ് കൂടെ കാൻഡിഡേറ്റ്സിന് മുന്നിലുണ്ട്. കാരണം 3 month എക്സ്പീരിയൻസ് മാത്രമേ ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ റിക്വയർമെന്റ് പറയുന്നുള്ളൂ. സോ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു പ്രോസസ്സിങ് ഇത്ര ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് പോലും ഉള്ള ഒരു കൺഫ്യൂഷനാണ് റിഗാർഡിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓസ്ട്രേലിയ. സോ എനിക്ക് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയയിൽ, അതായത് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആണ്? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇൻഫാക്ട് നമ്മൾ കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് നേരത്തെ ഉണ്ടായിരുന്ന റിക്വയർമെൻറ്റുകളും ഇപ്പോഴത്തെ കറണ്ട് റിക്വയർമെൻറ്റുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിന് എല്ലാ മൊഡ്യൂളിനും B വേണമായിരുന്നു. ആ B എന്നുള്ള സ്കോർ അവർ കുറച്ച് റൈറ്റിംഗിന് C+ ആക്കി. അതുപോലെ തന്നെ ക്ലബിംഗ് ഡ്യൂറേഷൻ 6 months ആയിരുന്നത് അവരതൊരു 1 year ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ മറ്റ് കൺട്രികളിൽ നിന്നുള്ള സ്ട്രീം ലൈൻ പാത്വേ അവർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്തു കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം ആക്കി കൊടുത്തിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ പോലും എന്നെ 4 ഡിഫറൻറ്റ് നഴ്സസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയാണ് എന്നെ കണക്ട് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് ജോബ്സ് ഉണ്ട് എന്നല്ലേ? ഇതിലൊരു പ്രധാന കൺസേൺ എന്ന് പറയുന്നത്, പലരുടെയും ആഗ്രഹം അവരുടെ ബന്ധുക്കളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, മേ ബി സിഡ്നിയിലായിരിക്കാം, അല്ലെങ്കിൽ മേ ബി മെൽബണിലായിരിക്കാം, ബ്രിസ്ബെയിനിലായിരിക്കാം, ഇന്ന സിറ്റിയിലൊക്കെയാണ് എനിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണ്ടത് എന്നതാണ്. പക്ഷേ നമ്മൾ റീജിയണൽ ഏരിയാസിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അവിടെ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇപ്പോഴും ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ കിട്ടിയ പലർക്കും റീജിയണൽ ഏരിയാസിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരെയും ഓസ്ട്രേലിയയിൽ നിന്നിട്ടില്ല. തീർച്ചയായിട്ടും ഒത്തിരിയേറെ നേഴ്സസ് പോകുന്നുണ്ട്, അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
ബെറ്റർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ പറയുന്ന റീജിയണൽ ഏരിയാസിൽ പോവുക, അവിടെ ജോബ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ച്, അതായത് നമ്മൾ പെർമനന്റ്ലി അവിടെ സെറ്റിൽഡ് ആകണം എന്നല്ല, നമുക്ക് എവിടെയാണോ ആഗ്രഹം അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ സമയത്ത് നമ്മൾ മാറുന്നതായിരിക്കും ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ നല്ലത്. ഇപ്പോഴും ആളുകൾ പോകുന്നുണ്ട്, അത് എനിക്ക് വൗ ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം നമ്മളെ ഒരുപാട് കോൺടാക്ട് ചെയ്യുന്ന നഴ്സസിൻ്റെ ഇടയിലുള്ള ഒരു റൂമറാണ് ഈ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോഴും ജോബ് ഫൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ജോബ് കിട്ടാതെ കാൻഡിഡേറ്റ്സ് ടൈം വേസ്റ്റ് ചെയ്യുകയാണെന്നുള്ളത്. ആ ഒരു കൺസേൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ ജോയ്സ് പറഞ്ഞതിൽ എനിക്ക് വ്യക്തമായത് കാൻഡിഡേറ്റ്സിന് ഇപ്പോഴും ഓസ്ട്രേലിയയിലെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ട്. സോ കാൻഡിഡേറ്റ്സിന് റീജിയണൽ ഏരിയാസിലോട്ടൊക്കെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പണിങ്സ് അവർക്ക് ഇപ്പോഴും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും യെസ്. സോ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ജോയ്സ്, താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ തോട്ട്സ് ആൻഡ് വാല്യുബിൾ വ്യൂസ്. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ സെഷൻ. നിങ്ങൾക്ക് മറ്റേതെങ്കിലും കൺട്രിയുടെ ഡീറ്റെയിൽസ് അറിയണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ, സ്റ്റേ കണക്റ്റഡ്.